നമുക്കെല്ലാ ശരീരത്തിൻ്റെ പാർട്സുകൾക്കും ചലനമുണ്ട്. നമുക്കൊരു വേദനയും നീറ്റലുമില്ല. നമുക്ക് കഴിക്കാനുമുണ്ട്. നമ്മുടെ പരാതി മക്കൾക്ക് പലപ്പോഴും പറയാറുള്ളത്, ചില ആളുകൾ പറയുന്നത്, മോനൊന്നും കഴിക്കുന്നില്ല ഉസ്താദേ. അതാണ് പരാതി, കഴിക്കുന്നില്ല. എന്ത് കൊടുത്താലും കഴിക്കുന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പാലും മുട്ടയും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കഴിക്കാത്തതിനാണ് ഉമ്മമാര് പിന്നാലെ പോകുന്നത്. ഓരോ നാടുകളിൽ കുടിക്കാൻ ശുദ്ധവെള്ളം കിട്ടാതെ ഫലസ്തീൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആ ഫലസ്തീനിൽ ഈ അടുത്ത സമയത്ത് ഫലസ്തീൻ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിക്കുന്ന ഒരു സ്ഥലത്ത് പറയുന്നു, 10,000-10,000 ആളുകൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് 100 പേർക്കുള്ള ആഹാരം ഇസ്രയേൽ പട്ടാളം കയറ്റിവിട്ടാൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകർ കൊണ്ടുവരുന്ന ഭക്ഷണം 10,000 പേരുള്ള സ്ഥലത്ത് 1000 പൊതി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പൊതി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഒന്നുമല്ല, ചിലപ്പോൾ 2-3 റൊട്ടിക്കഷ്ണങ്ങൾ. അത് കൊണ്ടുവരുമ്പോ കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരങ്ങൾ കയ്യിലിരിക്കുന്ന കല്ലുകൾ കൊണ്ട്, കയ്യൂക്കുള്ളവന് കാര്യക്കാരനെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒരു പൊതി കിട്ടിയാൽ കയ്യിൽ കിട്ടുന്ന ചരൽ കല്ല് കൊണ്ടുവന്ന് അവന്റെ ശരീരത്തിൽ പോറിയിട്ട് വേദന കൊണ്ട് അവൻ വലിച്ചെറിയുമ്പോൾ ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുപോയി കഴിക്കുന്ന ഒരവസ്ഥ. ഏറ്റവും സങ്കടകരമെന്ന് പറഞ്ഞാൽ കയ്യിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഭക്ഷണപ്പൊതിയുമായി വരുന്ന വാഹനത്തിലേക്ക് എറിഞ്ഞിട്ട് ആ വണ്ടി നിർത്തുമ്പോൾ ഓടിച്ചെന്നിട്ട് കുഞ്ഞിനെ എടുക്കാതെ പോയി ഭക്ഷണം എടുത്തു കഴിക്കുന്ന ഒരവസ്ഥ. നമുക്ക് അല്ലാഹു എത്ര സൗഭാഗ്യം തന്നു, എത്ര ശുക്ർ ചെയ്താൽ മതിയാവും, എത്ര ഹംദ് പറഞ്ഞാൽ മതിയാവും. ആ നിലയിൽ പടച്ചവൻ നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങളെ തന്നില്ലേ. അതുകൊണ്ട് നമുക്കിനി ആഖിറത്തിന് വേണ്ടി കുറച്ച് പണിയെടുക്കാം.